ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താൽ പ്രിയ സഹോദരങ്ങളെ, എന്നെ കേൾക്കുകയും കാണുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ പുതുവത്സരത്തിൻ്റെ സ്വർഗീയ അനുഗ്രഹങ്ങൾ ആദ്യമായിട്ട് നേരുകയാണ്. അതോടൊപ്പം കഴിഞ്ഞ 365 ദിനരാത്രങ്ങളിൽ നമ്മെ അത്ഭുതകരമായി വഴി നടത്തിയ ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് പുതിയ വർഷത്തെ വരവേൽക്കുവാൻ തക്കതിനവണ്ണം നമുക്ക് കഴിയും. അതുകൊണ്ട് നാം ഇന്ന് ഈ പുതുവർഷ പുലരിയിൽ ദൈവസന്നിധിയിരിക്കുമ്പോൾ ഒന്നാമതായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മെ ഇന്നയോളം നമ്മുടെ പ്രായത്തിനൊത്തവണ്ണം നമ്മെ ഇന്നയോളം വഴി നടത്തിയ ദൈവത്തെ, പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മളെ കാത്തു സൂക്ഷിച്ച ദൈവത്തിന് സ്തോത്രസ്തുതികൾ അർപ്പിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ രാത്രിയിൽ ടെലിവിഷൻ പ്രോഗ്രാംസൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ എന്തെല്ലാം ആർഭാടങ്ങളും എന്തെല്ലാം രീതിയിലുള്ള ആഘോഷങ്ങളുമാണ് നടന്നിരുന്നതെന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇന്ന് ഈ സമയത്ത് കഴിഞ്ഞ രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ പാട്ടും കൂത്തും അങ്ങനെയുള്ള എല്ലാവിധമായ ആധുനിക സന്തോഷ സംവിധാനങ്ങളൊക്കെയും നടത്തി തളർന്നുറങ്ങുന്ന അനേകായിരങ്ങൾ ഉണ്ട്. എന്നാൽ ഒരു ദൈവപൈതലിനെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവം ചെയ്ത കരുണകളെക്കുറിച്ച് ഓർക്കുവാനും ദൈവത്തിന് നന്ദി പറയുവാനും നാം ഈ അവസരം ഉപയോഗിക്കുകയും നമ്മുടെ മുൻപിൽ ദൈവം തന്നിരിക്കുന്ന ഈ പുതിയ വർഷത്തിൽ എങ്ങനെ പ്രവർത്തിക്കണം, ദൈവത്തിൻ്റെ ഹിതം എന്തായിരിക്കണം, ദൈവനാമം എങ്ങനെ നമ്മളിലൂടെ മഹത്വപ്പെടുത്തണമെന്ന് ചിന്തിക്കുവാൻ നമുക്ക് കഴിയണം. പലപ്പോഴും അങ്ങനെ ചിന്തിക്കുവാൻ കഴിയാത്തതിൻ്റെ കാരണം നമ്മുടെ മുൻപിൽ 100 വർഷം ഇനിയും ആയുസ്സുണ്ട് എന്ന് ധരിക്കുന്നത് കൊണ്ടാണ്. മരണത്തെക്കുറിച്ചുള്ള ഭയപ്പാടല്ല. പിന്നെയോ തങ്ങളുടെ എല്ലാവിധമായ ആധുനിക സംവിധാനങ്ങൾ കൊണ്ടും തങ്ങളുടെ ജീവനെ നിലനിർത്താമെന്നുള്ള ആ വ്യാമോഹം കൊണ്ട് തങ്ങൾക്ക് യാതൊരു രീതിയിലും മരണമെന്ന് പറയുന്ന ഒരവസ്ഥയെ അഭിമുഖീകരിക്കുവാൻ തക്കവണ്ണം സാധ്യതകളില്ല എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഇപ്രകാരം തങ്ങളെ തന്നെ മറന്ന് ദൈവത്തെ മറന്ന് പ്രവർത്തിക്കുന്നത്. ഈ സമയത്ത് പ്രവാചക ശ്രേഷ്ഠനായ മോശ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 90-ാം സങ്കീർത്തനം 12-ാം വാക്യം. അവിടെ മോശ പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരമാണ്: ഞങ്ങളുടെ ഹൃദയം വിവേകമുള്ളതായി തീരുവാൻ ഞങ്ങളുടെ ആയുസ്സിൻ്റെ ദിവസങ്ങൾ എണ്ണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയം വിവേകമുള്ളതായി തീരുവാൻ ഞങ്ങളുടെ ആയുസ്സിൻ്റെ ദിവസങ്ങൾ എണ്ണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. മനുഷ്യൻ്റെ ആയുസ് ദൈവകരങ്ങളിലാണ്. അത് ദൈവത്തിൽ വിശ്വസിക്കുന്നവനും വിശ്വസിക്കാത്തവനും എന്നും മനസ്സിലാക്കേണ്ട ഒരു സനാതന സത്യമാണ്. അപ്പോൾ മോശ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ മുമ്പിൽ എത്രമാത്രം ജീവിതമുണ്ട് എന്നൊന്ന് പരിശോധിക്കുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമുക്ക് വിവേകമുള്ളൊരു ഹൃദയം ഉണ്ടാകുന്നത്. എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കേണ്ടത് എന്നുള്ള ബോധ്യമുണ്ടാകുന്നത് അപ്പോഴാണ്. മോശ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ആയുസ്സിൻ്റെ വർഷങ്ങൾ എണ്ണുവാനല്ല പറയുന്നത്, ഞങ്ങളുടെ ആയുസ്സിൻ്റെ മാസങ്ങൾ എണ്ണുവാനല്ല പറയുന്നത്, ഞങ്ങളുടെ ആയുസ്സിൻ്റെ ആഴ്ചകൾ എണ്ണുവാനല്ല പറയുന്നത്, പിന്നെയോ ഞങ്ങളുടെ ആയുസ്സിൻ്റെ ദിവസങ്ങൾ എണ്ണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണം. മനുഷ്യജീവിതം അത്രമാത്രം ക്ഷണികമാണ്. അപ്പോൾ ആയുസ് നാം ഒക്കെയും ധരിക്കുന്നത് പോലെ ഒരുപാട് മുൻപിലുണ്ടെന്നുള്ള ധാരണയിൽ മുൻപോട്ട് പോകേണ്ട ആവശ്യത്തെയല്ല മോശ ചൂണ്ടിക്കാണിക്കുന്നത്. പിന്നെയോ ആ ആയുസ്സിന് ദിവസങ്ങൾ മാത്രമേ മുൻപിലുള്ളൂ എന്നുള്ള ധാരണ, ഒരു തിരിച്ചറിവ്, അപ്പോൾ മാത്രമാണ് നമുക്ക് ദൈവത്തെ ഭയപ്പെടുവാൻ കഴിയുന്നത്. ഒരു പ്രശസ്തനായ ശില്പി ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ശില്പശാലയിലേക്ക് ഒരു വലിയ ചിന്തകൻ കടന്നു ചെന്നു. ആ ശില്പി അവിടെ ശില്പങ്ങൾ തീർത്തിരുന്ന സാഹചര്യത്തിൽ അതിൻ്റേതായിട്ടുള്ള പണിപ്പുരയിൽ ഒരു വലിയ കയറ് തൂക്കിയിട്ടിരിക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടു. ആ കയറിൻ്റെ അറ്റത്ത് ഏറ്റവും അവസാന ഭാഗം ചുവപ്പ് നിറത്തിൽ പെയിൻ്റ് അടിച്ചിരുന്നു. ഈ ചിന്തകൻ എത്ര ആലോചിച്ചിട്ടും അതിൻ്റെ പൊരുൾ മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. അപ്പോൾ അദ്ദേഹം ആ ശില്പിയോട് ചോദിച്ചു,
അങ്ങ് എന്താണ് ഇപ്രകാരം ഒരു കയറ് ഇവിടെ കെട്ടിത്തൂക്കിയിരിക്കുന്നത്? ഈ ശില്പകലയെ സംബന്ധിച്ച് ശില്പങ്ങൾ ഉണ്ടാക്കുന്നതുമായിട്ട് ഇതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാണ് ഇതിൻ്റെ അറ്റത്ത് മാത്രം ചുവപ്പ് നിറം അടിച്ചിരിക്കുന്നത്? അപ്പോൾ ആ ശില്പി പറഞ്ഞു, ഈ കയറ് മനുഷ്യൻ്റെ ആയുസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ അവസാനം കാണുന്ന ചുമന്ന ആ നിറം, അത് ജീവിതത്തിൻ്റെ അവസാനത്തെയാണ് കാണിക്കുന്നത്. ഓരോ ദിവസവും ഞാൻ വന്ന് എൻ്റെ ഇരിപ്പിടത്തിലിരുന്ന് ആ ശില്പങ്ങൾ വാർത്തെടുക്കുവാൻ തക്കവണ്ണം ഞാൻ ആരംഭിക്കുമ്പോൾ ഞാൻ ഈ കയറ് നോക്കും. എൻ്റെ ആയുസ്സിൻ്റെ ക്ഷണികത എത്രമാത്രമാണ്, ഇനിയും എത്രമാത്രം കുറവാണ് എൻ്റെ ദിവസങ്ങളെന്ന് മനസ്സിലാക്കുമ്പോൾ കൂടുതൽ കാര്യക്ഷമതയോടെ പരമാർത്ഥതയോടെ ദൈവഭയത്തിൽ എനിക്ക് എൻ്റെ ശില്പങ്ങൾ തീർക്കുവാൻ കഴിയുന്നു. അതുകൊണ്ടാണ് ദൈവം എന്നെ ഈ പ്രശസ്തിയിലേക്ക് ഉയർത്തുന്നത്. അതുകൊണ്ട് ഓരോ ദിവസവും രാവിലെ കടന്നു വരുമ്പോൾ അവിടെ മറ്റ് ഫോട്ടോകളില്ല, ബിംബങ്ങളില്ല, മറ്റൊന്നുമില്ല, ഒരു കയറ് മാത്രം. അതായത് എൻ്റെ ആയുസ്സിൻ്റെ നീളം ഇത്ര മാത്രമാണ്, അതിൻ്റെ അവസാനം ഇതാണ് എന്ന് സൂചിപ്പിക്കുന്ന ആ വലിയ അവസ്ഥ. കർത്താൽപ്രിയ സഹോദരങ്ങളെ, ഈ ബോധം നമുക്കുണ്ടെങ്കിൽ ഇവിടെ ശത്രുതയില്ല, ഇവിടെ പിണക്കമില്ല, അക്രമമില്ല, അതിക്രമമില്ല. കാരണം മനുഷ്യൻ്റെ ആയുസ് ഇത്ര മാത്രമാണ്. കഠാര പിടിക്കുന്ന കൈകളാണെങ്കിലും, പണം വാരിക്കൂട്ടുന്ന കൈകളാണെങ്കിലും, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന കൈകളാണെങ്കിലും, വലിയ 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 രചനകൾ നടക്കുന്ന കരങ്ങളാണെങ്കിലും, അവസാനം ഈ ലോകത്തോട് യാത്ര പറയുമ്പോൾ എല്ലാം മലർന്നു കിടക്കുകയാണ്. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി അവസാന യാത്രയിൽ അദ്ദേഹം വിൽപ്പത്രത്തിൽ എഴുതി വച്ചിരുന്നത്, എൻ്റെ 2 കൈകളും ശവപ്പെട്ടിയുടെ പുറത്തേക്ക്, ശവമഞ്ചത്തിൻ്റെ പുറത്തേക്ക് ഇട്ടേക്കണം. കാരണം മഹാനായ അലക്സാണ്ടർ ഒന്നും കൊണ്ടുപോകുന്നില്ല. അതുതന്നെയാണ് ഇന്ന് മനുഷ്യൻ മനസ്സിലാക്കേണ്ട കാര്യം. ഇവിടെ വെട്ടിപ്പിടിക്കുന്നതും ആക്രമിച്ചെടുക്കുന്നതും മറ്റുള്ളവരെ ആക്ഷേപിക്കുന്നതും അപഹസിച്ചുകൊണ്ട് മുൻപോട്ട് പോകും. ഈ കരങ്ങളിലെല്ലാം ഒതുക്കാമെന്ന് വിചാരിച്ചു പോകുമ്പോഴാണ് ആ ജീവനെ ദൈവം ചോദിക്കുമ്പോൾ പോകുമ്പോൾ കരത്തിലുള്ളതൊക്കെ നാം അതിർത്തിയിൽ ത്യജിക്കണമെന്നാണ് സിസ്റ്റർ മേരി വെലിഞ്ഞ പാടിയിരിക്കുന്നത്. നാം സങ്കീർത്തനക്കാരനെക്കുറിച്ച് സങ്കീർത്തനക്കാരത്തിൻ്റെ കാര്യം ചിന്തിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നൊരു കാര്യം 103-ാം സങ്കീർത്തനം 15-ാം അധ്യായം 16-ാം വാക്യത്തിലുണ്ട്. മനുഷ്യൻ്റെ ആയുസ് പുല്ലുപോലെയാകുന്നു, അത് വയലിലെ പൂ പോലെയാകുന്നു. അവൻ പൂക്കുന്നു, കാറ്റതിന്മേൽ അഴിക്കുമ്പോൾ അത് ഇല്ലാതെ പോകുന്നു, അതിൻ്റെ സ്ഥലം പിന്നീട് അതിനെ അറിയുകയില്ല. ഞാൻ ഒന്നുകൂടെ വായിക്കാം. മനുഷ്യൻ്റെ ആയുസ് പുല്ലുപോലെയാകുന്നു. പുല്ലുപോലെ എന്ന് പറയുമ്പോൾ ഈ ഭൂമിയിൽ ഏറ്റവും ബലഹീനമായ സസ്യമാണ് പുല്ലെന്ന് ഞാൻ പറയും. കാരണം മനുഷ്യർക്ക്, മൃഗങ്ങൾക്ക് എല്ലാം ചവിട്ടി മെതിക്കുവാൻ തക്കവണ്ണം എപ്പോഴും സാധ്യതയുള്ള ഒരവസ്ഥയാണ് ഒരു പുൽക്കൊടിക്കുള്ളത്. മനുഷ്യൻ്റെ ആയുസ് അത്രമാത്രമേ ഉള്ളൂ. അതിന് വലിയ യന്ത്ര സംവിധാനങ്ങളൊന്നും ആവശ്യമില്ല ഒരു പുല്ലിനെ ചവിട്ടുവാൻ. അത് ആരും പറഞ്ഞിട്ടല്ല ചവിട്ടുന്നത്. എല്ലാ പക്ഷിമൃഗാദികളും എല്ലാം വന്ന് അതിൻ്റെ മേലെ ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു അവസ്ഥയാണ് ഒരു പുൽക്കൊടിക്കുള്ളത്. അപ്പോൾ സങ്കീർത്തനക്കാരൻ പറയുന്നതാണ്, വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു. മനോഹരമായ പൂക്കൾ ആ പുൽക്കൊടി പുറപ്പെടുവിക്കുന്നുണ്ട്. പക്ഷേ കാറ്റ് അതിന്മേൽ അടിക്കുമ്പോൾ അത് ഇല്ലാതെ പോകുന്നു, അതിൻ്റെ സ്ഥലം പിന്നീട് അതിനെ അറിയുകയില്ല. മനുഷ്യൻ്റെ സ്ഥാനമാനങ്ങളും ധനമാഹാത്മ്യങ്ങളും എല്ലാ ഔന്നത്യങ്ങളും പൂത്തു നിൽക്കുന്ന ഒരു പുൽക്കൊടിയോട് സമമാണെന്നാണ് സങ്കീർത്തനക്കാരൻ അവിടെ വിവക്ഷിക്കുന്നത്. എന്നാൽ ഒരു മനുഷ്യനെയും ഭയപ്പെടാതെ ആർക്കും എന്നോടൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്നുള്ള അഹങ്കാരത്തോടെ, അഹംഭാവത്തോടെ, ദൈവത്തെ ഭയമില്ലാതെ, മനുഷ്യനെ ശങ്കയില്ലാതെ മുൻപോട്ട് പോകുന്ന മനുഷ്യൻ, അവന് എപ്പോഴും മനസ്സിലാക്കേണ്ടത് അവനൊരു പുൽക്കൊടി മാത്രമാണ്. മനുഷ്യൻ അവനെ ആക്രമിക്കേണ്ട ആവശ്യമില്ല, മറ്റാരും അവനെ ഉപദ്രവിക്കേണ്ട കാര്യമില്ല. കാറ്റതിന്മേലടിക്കുമ്പോൾ, ഈ കാറ്റെന്ന് പറയുന്നത് മനുഷ്യനടിച്ചു വിടുന്ന കാറ്റല്ല, മനുഷ്യൻ ഉൽപ്പാദിപ്പിക്കുന്ന കാറ്റല്ല, മനുഷ്യനെ നിയന്ത്രിക്കുന്ന കാറ്റല്ല. പിന്നെയോ അത്യുന്നതനായ ദൈവമാണ് കാറ്റുകളെയും കൊടുങ്കാറ്റുകളെയും പെരുങ്കാറ്റുകളെയും വീശുന്നത്. അപ്പോൾ ഈ പുൽക്കടിയിലടിക്കുന്ന കാറ്റ് ദൈവത്തിൻ്റെ കാറ്റാണ്. അതോടെ അവിടെ നശിക്കുകയാണ് എന്നേക്കുമായിട്ട്. മാത്രമല്ല, അതിനപ്പുറമായ ഒരു കാര്യം കൂടി അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്. അതിൻ്റെ സ്ഥലം പിന്നീട് അതിനെ അറിയുകയില്ല. ഇങ്ങനെ ഒരു പുൽക്കൊടി ഇവിടെ ഉണ്ടായിരുന്നു, അതിൽ പൂക്കൾ ഉണ്ടായിരുന്നു എന്ന് ആരും അറിയാതെ വണ്ണം എന്നേക്കുമായിട്ട് അത് മണ്ണിനടിയിലേക്ക് അരിഞ്ഞു പോവുകയാണ്. മനുഷ്യൻ്റെ ആയുസ് ഇത്ര മാത്രമേ ഉള്ളൂ. എത്ര പ്രശസ്തനായിരുന്നാലും പ്രാഗൽഭ്യമുള്ളവനായിരുന്നാലും അവൻ മരിച്ചു കഴിഞ്ഞാൽ അതോടെ അവൻ്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവസാനിക്കുകയാണ്. ദൈവത്തെ കൂടാതെ
വലിയ സ്വപ്നങ്ങളുമായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന, വലിയ വലിയ കാര്യങ്ങളുമായിട്ട് ഈ പുതിയ വർഷത്തിൽ വലിയ വലിയ കാര്യങ്ങൾ സാധിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ഭൂരിഭാഗം ജനങ്ങളും അങ്ങനെയാണ്. കാരണം ഈ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു ചെറിയ സമൂഹം മാത്രമേ നമുക്ക് എവിടെയും ലോകത്ത് കാണാൻ കഴിയുകയുള്ളൂ. എന്നാൽ ദൈവത്തെ മറന്ന് ദൈവഭയമില്ലാതെ സ്വന്തം ബുദ്ധിയിലും സ്വന്തം ശക്തിയിലും സ്വന്തം കഴിവുകളിലും ആശ്രയിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിച്ച് വലിയ സ്വപ്നങ്ങളുമായിട്ട് മുൻപോട്ട് പോയി വലിയ വലിയ കാര്യങ്ങൾ നെയ്തെടുക്കാമെന്ന് വീണ്ടെടുക്കാമെന്നുള്ള ധാരണയിലാണ് ഇന്ന് അനേകർ ഈ പുതിയ പ്രഭാതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. യാക്കോബ് ശ്ലീഹ അവരെക്കുറിച്ച് പറയുന്നത് ശ്രദ്ധേയമാണ്. യാക്കോബ് ശ്ലീഹയുടെ പുസ്തകം 4-ാം അധ്യായം 13-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും, ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് ചിലവഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കും എന്ന് പറയുന്നവരെ കേൾക്കുവിൻ. ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ചെന്ന് ചിലവഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കും. അപ്പോൾ എല്ലാം നിർണയിച്ചിരിക്കുകയാണ്. നാളെ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോകും, അവിടെ ചെന്ന് ഞങ്ങൾ 1 വർഷം താമസിക്കും, എന്നിട്ട് അവിടെ വ്യാപാരം ചെയ്യും, വ്യാപാരം ചെയ്തിട്ട് ലാഭമുണ്ടാക്കും എന്ന് സ്വയം മനസ്സിൽ നിരൂപിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നവരെ ഓർക്കും. ഇതാണ് ഈ പുതുവർഷത്തിലുള്ള കാര്യം. വലിയ വലിയ പദ്ധതികൾ, വലിയ വലിയ കാര്യങ്ങൾ ഒക്കെയും പ്ലാൻ ചെയ്തുകൊണ്ടാണ് അനേകം മുൻപോട്ട് പോകുന്നത്. ചിലരൊക്കെ എന്നോട് സംസാരിക്കുമ്പോൾ ഈ പുതിയ വർഷം സാധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ചിലർക്ക് വീട് വെക്കണം, ചിലർക്ക് മക്കളെ കെട്ടിക്കണം എന്ന് വേണ്ട, ചിലർക്ക് ബിസിനസ് വിപുലീകരിക്കണം. അങ്ങനെ ദൈവത്തെ കൂടാതെയുള്ള ആലോചനകൾ, അതാണ് യാക്കോബ് ശ്ലീഹ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്നോ നാളെയോ ഞാൻ ഇവിടുന്ന് പോകും, 1 വർഷം ആ പട്ടണത്തിൽ പാർക്കും, അപ്പോൾ ഞാൻ വ്യാപാരം ചെയ്യും. അങ്ങനെ ഉള്ള മനുഷ്യരോട് എന്താ ദൈവം പറയുന്നത്? 14-ാം വാക്യം വായിക്കുമ്പോൾ കാണുവാൻ കഴിയും, നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ, നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്, അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. അപ്പോൾ നാളെക്കുറിച്ച് സ്വപ്നങ്ങൾ നെയ്തെടുത്തുകൊണ്ട് ദൈവത്തെ കൂടാതെയുള്ള പദ്ധതികളും ദൈവത്തെ കൂടാതെയുള്ള ആലോചനകളുമായി മുൻപോട്ട് പോകുന്നവരോട് ദൈവം പറയുന്ന കാര്യമാണിത്. എന്താ? നാളത്തേത് നിങ്ങൾ അറിയുന്നില്ല. കാരണം നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളതാണ്, നിങ്ങൾക്ക് നിയന്ത്രിക്കുവാൻ കഴിയാത്തത്, നിങ്ങൾക്ക് പിടിച്ചെടുക്കുവാൻ കഴിയാത്തത്, നിങ്ങൾക്ക് പിടിച്ചു നിർത്തുവാൻ കഴിയാത്ത ആ ജീവൻ അതെങ്ങനെയുള്ളതാണ്. മാത്രമല്ല അത് ആവി പോലെ മറഞ്ഞു പോവുകയാണ്. ആവി നാം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, പക്ഷെ പിടിച്ചെടുക്കുവാൻ കഴിയുകയില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിലാണ് മുൻപോട്ട് പോകുന്നത്. എന്നിട്ട് എങ്ങനെയാണ് നാം പ്രാർത്ഥിക്കേണ്ടത്? കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നത് ചെയ്യും എന്ന് പറയണം. അത് കർത്താവിൻ്റെ ഇഷ്ടത്തിനായിട്ട് സമർപ്പിക്കണം. അങ്ങനെ സമർപ്പിച്ചാണ് നമ്മളുടെ എല്ലാവിധ പദ്ധതികളും. നമുക്ക് പുതിയ വർഷത്തിൽ പുതിയ ആലോചനകൾ വേണ്ടെന്നല്ല, പുതിയ പദ്ധതികൾ വേണ്ട എന്നല്ല, പിന്നെയോ നമ്മുടേതായിട്ടുള്ള എല്ലാ ആലോചനകളും കർത്താവിന് സമർപ്പിച്ച് കർത്താവിന് ഇഷ്ടമായത് ചെയ്യുവാൻ കഴിയണം. മാത്രമല്ല ദൈവഹിതം എന്തെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം. 17-ാം വാക്യത്തിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നൊരു കാര്യം, നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപമാകുന്നു. അപ്പോൾ നന്മ ചെയ്യുവാൻ തക്കവണ്ണമുള്ള ആഗ്രഹമാണ് മനസ്സിലുണ്ടാകേണ്ടത്. അത് ചെയ്യാതിരുന്നാൽ അത് പാപമാകുന്നു. അപ്പോൾ നാം ഈ പുതിയ വർഷത്തിൽ പുതിയ പുതിയ ലക്ഷ്യങ്ങളിലേക്ക് പായുമ്പോൾ, പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ ഏറ്റവും അത്യാവശ്യമായിരിക്കുന്നത് നന്മ ചെയ്യുവാനുള്ള ആഗ്രഹമാണ്. നന്മ ചെയ്യുക, നന്മ ചെയ്യുക, നന്മ ചെയ്യുക. ആ നന്മയിലൂടെയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിക്കുവാൻ കഴിയുന്നത്. ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവത്തെ അനുസരിക്കുവാനും ദൈവനാമ മഹത്വത്തിനായിട്ട് പ്രവർത്തിക്കുവാനും തക്കവണ്ണം നമുക്ക് കഴിയണം. നമുക്ക് വേണ്ടി മാത്രം ചിന്തിക്കുന്ന, നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി മാത്രം കരുതുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്. അവൻ്റെ മേലുള്ള ന്യായവിധി ഇങ്ങനെയാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 20-ാം വാക്യത്തിൽ അത് കാണുവാൻ കഴിയും. ദൈവം അവനോട്, ഭോഷ, ഈ രാത്രിയിൽ നിൻ്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാണ്? ഈ രാത്രിയിൽ നിൻ്റെ പ്രാണൻ നിന്നോട് ചോദിക്കും. ആരോടാ അത് ചോദിക്കുന്നറിയാമോ? അതേ വയലിൽ വലിയ വിളവുണ്ടായി, ആ വിളവെല്ലാം കൂടെ വരുമ്പോൾ അത് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ പുതിയ കളപ്പുരകളൊക്കെയും പണിയും, അതിൽ സംഭരിക്കും. എന്നിട്ട് തന്നെത്താനെ പറയുകയാണ്, തിന്നുക, കുടിക്കുക, ആസ്വദിക്കുക. അങ്ങനെ പറഞ്ഞിട്ട് എന്നോട് തന്നെ, നിനക്ക് അനേക വർഷങ്ങളിലേക്ക് ആവശ്യമായ വിഭവങ്ങൾ സ്വരൂപിച്ചിരിക്കുന്നു. ഇത്ര വലിയ വിളവെന്നെല്ലാം നിനക്ക് വേണ്ടി മാത്രം, എല്ലാം നീ നിനക്ക് വേണ്ടി മാത്രം സ്വരൂപിച്ചിരിക്കുക. എന്നിട്ട് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. സ്വയമായി ചിന്തിച്ച് സ്വയമായിട്ട് ദീർഘവർഷങ്ങളുടെ പദ്ധതികൾ മെനഞ്ഞ് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് മുൻപോട്ട് പോകുന്ന ആ മനുഷ്യനോട് കർത്താവ് പറയുന്ന കാര്യം ഇതാണ്. എന്താണ്? ദൈവം അവനോട്, ഭോഷ, ഈ രാത്രിയിൽ നിൻ്റെ
പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാണ്? ദൈവത്തിന് തരുന്ന നന്മകളും അനുഗ്രഹങ്ങളും ദൈവനാമ മഹത്വത്തിനായിട്ട് വിനിയോഗിക്കുവാൻ തക്കവണ്ണമുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഒരു പുതിയ വർഷത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ദൈവം നമുക്ക് ഈ പുതിയ വർഷം തന്നതിന് നാം ദൈവത്തെ സ്തോത്രം ചെയ്യണം. മാത്രമല്ല, നമ്മുടെ കഴിഞ്ഞ കാലത്ത് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയാതെ പോയ അനേക സാഹചര്യങ്ങളും സന്ദർഭങ്ങളുമുണ്ട്. അവയെ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവയെ പുതിയ വർഷത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമ്മെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കണം. കഴിഞ്ഞ കാല ജീവിതത്തിലെ തെറ്റുകളും കുറ്റങ്ങളും എവിടെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ തിരുത്തുവാൻ കഴിയണം. മാത്രമല്ല, നമുക്ക് പദ്ധതികൾ വേണ്ടെന്നല്ല, പ്ലാനുകൾ വേണ്ടെന്നല്ല, നമ്മുടെ ജീവിതത്തിന് മുൻപോട്ട് കൊണ്ടുപോകാനുള്ള വഴികൾ ആരായണമെന്നല്ല, പിന്നെയോ അവിടെയൊക്കെയും ദൈവനാമ മഹത്വത്തിനായിട്ട് സ്വയം സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം നമുക്ക് പുതിയ പുതിയ ആലോചനകൾ ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിക്കുവാൻ കഴിയണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിച്ച് മുൻപോട്ട് പോകുന്നൊരു ദൈവവേദന ഈ പുതിയ വർഷം അനുഗ്രഹമാണ്, സമാധാനമാണ്, സന്തോഷമാണ്. മാത്രമല്ല, ദൈവമാണ് നമ്മളെ വിളിച്ചിരിക്കുന്നതെന്നും നമ്മെ വേർതിരിച്ചിരിക്കുന്നതെന്നും ദൈവനാമ മഹത്വത്തിനായിട്ട് പ്രവർത്തിപ്പാൻ നാം കടപ്പെട്ടിരിക്കുന്നുള്ള ബോധം നമുക്കുണ്ടാകുന്നത് നമ്മുടെ ആയുസ്സിൻ്റെ ക്ഷണികത നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ്. അതാണ് മോശപിതാവ് പറയുന്നത്. അത് നമ്മുടേതായിട്ടുള്ള ആയുസ്സിൻ്റെ ദിവസങ്ങൾ എണ്ണുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. അപ്പോഴാണ് നമുക്ക് വിവേകമുള്ള ഒരു ഹൃദയം ദൈവം നൽകുന്നത്. നമുക്ക് വിവേകം ഉദിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ക്ഷണികതയെക്കുറിച്ച് നമുക്ക് ബോധ്യം വരണം. അതുകൊണ്ട് എൻ്റെയും നിങ്ങളുടെ ഈ ആത്മീയ യാത്രയിൽ ഒരു പുതിയ ലക്ഷ്യത്തോടെ മുൻപോട്ട് പോകാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. ആഘോഷങ്ങൾ നല്ലതാണ്, എല്ലാം നല്ലതാണ്. പക്ഷേ അത് ദൈവത്തെ മറന്നുള്ള ഒരു രീതിയാകുമ്പോൾ അത് ഭൗതികമായിട്ടുള്ള ആ ആനന്ദത്തിൻ്റെ ഉറവിടമായിട്ട് അങ്ങനെയുള്ള സൽക്കാരാദികളിലേക്ക് അത് തിരിഞ്ഞു പോകും. അങ്ങനെ വരുമ്പോൾ അത് സന്തോഷത്തെക്കാളും വലിയ സന്താപത്തെയാണ് സമ്പാദിക്കുന്നതെന്ന് പലരും ഓർക്കാറില്ല. അതുകൊണ്ട് ഈ പുതിയ പ്രഭാതത്തിൽ, ഈ പുതിയ വർഷത്തിൻ്റെ പുതിയ പ്രഭാതത്തിൽ നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ദൈവം നമുക്ക് ചെയ്തു തന്ന എല്ലാ ഉപകാരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യാം. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ പരാജയപ്പെട്ട പല വേദികളുണ്ട്. ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയാതെ പോയ സന്ദർഭങ്ങളുണ്ട്. അത് ഒക്കെയും പ്രവർത്തിക്കുവാൻ ദൈവത്തിന് വേണ്ടി ഏറ്റവും മഹത്തായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ദൈവം നമുക്ക് വേണ്ടി അതിമഹത്തായ കാര്യങ്ങളെക്കുറിച്ച് അത് ചിന്തിക്കുന്നത്, നമുക്ക് വേണ്ടി അതിമഹത്തായ കാര്യങ്ങൾ ഒരുക്കുന്നത്. ദൈവത്തെ മറന്നുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും വിരാമമിട്ടുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ തക്കവണ്ണം നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും ദൈവിക സ്നേഹം തുളുമ്പുന്ന, ദൈവിക കരുണ തുളുമ്പുന്ന പ്രവൃത്തികൾ നമ്മൾ ഉരുത്തിരിയണം. അതെ, മറ്റുള്ള നമ്മുടെ സഹവിശ്വാസികൾ മാത്രമല്ല, സഹജീവികളോട് കരുണയും അനുകമ്പയും നമുക്കുണ്ടാകണം. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നില്ല. അതെ, ഞാൻ നഗ്നനായി, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല എന്ന് പറയുന്ന കർത്താവിൻ്റെ ശബ്ദം നാം ശ്രദ്ധിക്കണം. അനേകർക്ക്, ആലംബഹീനർക്ക്, ആരോരുമില്ലാത്തവർക്ക്, അശരണർക്ക് നമ്മൾ കഴിയുന്ന വിധത്തിൽ നാം പ്രവർത്തിക്കുമ്പോൾ ആശ്വാസത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഉറവിടമായിട്ട് നാം ഒഴുകിയെത്തുമ്പോഴാണ് നമ്മുടെ പുതിയ സംവത്സരം ഒരു പുത്തൻ പാതയിലേക്ക് പോകുന്നത്. നമുക്ക് ദിവസങ്ങളല്ല, മാസങ്ങൾ, വർഷങ്ങൾ എണ്ണുവാൻ തക്കവണ്ണം ദൈവം നമ്മെ എടുത്ത് ഉപയോഗിക്കും. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അതിമഹത്തായ ആ ദൗത്യത്തിലേക്ക് വഴി നടത്തരുത് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ വിലാസം വേർഡ് ടു വേൾഡ് ടെലിവിഷൻ, പെരിങ്ങൂർ, വെമ്പായം PO, തിരുവനന്തപുരം 695615. ഫോൺ 9495828777.